എല്ലാവർക്കും നമസ്കാരം. BCC സ്കിൽ സ്റ്റോറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മൈക്രോസോഫ്റ്റ് വേഡ് വിൻഡോയുടെ ഭാഗങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഓക്കെ, നമുക്കിനി മൈക്രോസോഫ്റ്റ് വേഡ് ലോഡ് ചെയ്തുകൊണ്ട് എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യാമെന്നും അതിലെങ്ങനെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ തുടക്കം മുതൽ നമുക്ക് പഠിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് 2016 വേർഷനാണ് നമ്മൾ ചെയ്യുന്നത്. 2016 വേർഷനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ടൊരു ഡോക്യുമെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡിന്റെ വിൻഡോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ടൈറ്റിൽ ബാർ കാണാമെന്ന് പറഞ്ഞു അല്ലേ. ടൈറ്റിൽ ബാറിൽ നമുക്ക് ക്രോസ് ബട്ടൺ ഉണ്ട്, നമുക്ക് മാക്സിമൈസ് അല്ലെങ്കിൽ റീസ്റ്റോർ ബട്ടൺ ഉണ്ട്, അതുപോലെ മിനിമൈസ് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ് 1 എന്ന പേരിൽ കാണാൻ നമുക്ക് വേഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് നമുക്ക് കാണാൻ പറ്റും. ഡോക്യുമെന്റ് 1 ആയിരുന്നു നമ്മൾ പറഞ്ഞു. വേഡിന്റെ ഡിഫാൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് 1 ആണെന്ന് പറഞ്ഞു. അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു ക്വിക്ക് ടൂൾ ബോക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വിക്ക് ടൂൾ ബോക്സ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സേവ് ചെയ്യാനും, അതായത് നമുക്ക് വളരെ പെട്ടെന്ന് ചില കമാൻഡുകൾ ഉപയോഗിക്കാനാണ് നമ്മൾ ഈ ക്വിക്ക് ടൂൾ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെ നമുക്കുള്ളത് സേവ് ചെയ്യാനും അതുപോലെ അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുമുള്ള കമാൻഡുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് പുതിയ കമാൻഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ് റീസെന്റ് യൂസ് ചെയ്യുന്ന കുറെ കമാൻഡുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു ഓപ്പൺ എന്നൊരു കമാൻഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് കൂടെ നമ്മുടെ ടൂൾ ബോക്സിൽ ആഡ് ആവുന്നു. അപ്പൊ ഇവിടെ ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഓപ്പൺ എന്ന ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വിക്ക് ടൂൾ ബോക്സ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഓരോ ആക്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ക്വിക്ക് ടൂൾ ബോക്സിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ടൂള് ഒഴിവാക്കണമെങ്കിൽ, നമുക്ക് ഓപ്പൺ വേണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമ്മുടെ ഓപ്പൺ എന്ന് പറയുന്ന ടൂൾ അവിടെ നിന്ന് നമുക്ക് ഡിസപ്പിയർ ആവും. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന് താഴെയായിട്ട് കാണുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് ടാബുകൾ എന്നാണ് പറയുന്നത്. ഹോം ടാബ്, ഇൻസേർട്ട്, ഡിസൈൻ, ലേഔട്ട്, ഈ ടാബുകൾ എന്ന് പറയും അല്ലെ. ടാബുകൾ, ഓരോ ടാബുകൾ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിന്റെ കമാൻഡുകളാണ് നമുക്കിവിടെ റിബൺസിൽ കാണിക്കുന്നത്. ഓക്കെ, ഡിസൈൻ, ഇൻസേർട്ട്, അതുപോലെ ഹോം, ഇങ്ങനെ ഓരോ ടാബുകൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിന്റെ കമാൻഡുകൾ നമുക്ക് ഈ റിബൺസിൽ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇതിലെ ഓരോ കമാൻഡുകളും 1 by 1 ആയിട്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇതിന് താഴെയായിട്ട് കാണുന്ന ഈ ഏരിയയാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയ ഇതാണ് അല്ലെ. അതുപോലെ ഇതിന്റെ മുകളിലായിട്ട് ഇരിക്കുന്ന നമുക്ക് ഇവിടെ ഒരു റൂളർ എന്ന് പറയും. ഇവിടെ നമുക്ക് റൂളർ കാണാം, ഇവിടെ ഒന്ന് കാണാം അല്ലെ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റൂളേഴ്സ് ആണ് ഇത്. ഓക്കെ, അതേപോലെ തന്നെ ഈ റൂളറിൽ നമുക്ക് ഇവിടെ ചെറിയ ഓരോ സാധനങ്ങൾ കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ത്രികോണാകൃതിയിൽ. ഇതിനെ നമ്മൾ പറയാം ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്, അതുപോലെ ലെഫ്റ്റ് ഇൻഡന്റ്, അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ത്രികോണം ഇരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ റൈറ്റ് ഇൻഡന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ടെക്സ്റ്റ് ഇവിടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ഒരു പാരഗ്രാഫാണ് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്കൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാരഗ്രാഫിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈക്വൽ എന്നുള്ള സിമ്പിൾ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് RAND എന്ന് കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ്, കുറച്ച് പാരഗ്രാഫുകൾ വേഡ് നമുക്ക് തരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ പാരഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പാരഗ്രാഫുകൾ ഉണ്ട് അല്ലെ. ഇവിടെ ഒരുപാട് പാരഗ്രാഫുകൾ ഉണ്ട്. ഞാൻ ഈ ടെക്സ്റ്റ് ഒന്ന് വലുതാക്കുകയാണ്. ഇവിടെ ഈ ടൂൾ ബാറിൽ നമ്മുടെ റിബണിൽ നമ്മൾ ടെക്സ്റ്റ് വലുതാക്കുന്നതിനുള്ള ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വീഡിയോ പ്രൊവൈഡ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഈ ഒരു പാരഗ്രാഫ്, നമുക്ക് ഈ പാരഗ്രാഫിന് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ഷോർട്ട് കട്ടാണ്, ഒരു ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു വേർഡിനെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് സെലക്റ്റഡ് ആവും. ഇനി ഒരു വേർഡിന് വെച്ചിട്ട് 3 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്പീഡിൽ നമ്മൾ ചെയ്യണം 1 2 3.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. അപ്പോൾ സിംഗിൾ ക്ലിക്ക് അല്ല, ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു വേർഡ് സെലക്ട് ചെയ്യാം. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ ഒരു പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് റൂളറിൽ ഇരിക്കുന്ന ഈ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് നമ്മൾ നേരത്തെ കണ്ടു, അതുപോലെ ലെഫ്റ്റ് ഇൻഡന്റ്, അതുപോലെ തന്നെ റൈറ്റ് ഇൻഡന്റ്, ഇതിന്റെ ഉപയോഗം എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, സാധാരണ നമ്മളൊരു പാരഗ്രാഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഒരു പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ ഇത്തിരി മൂവ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതായത് ഇവിടെ നമ്മൾ ആദ്യത്തെ ഇൻഡന്റ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലെഫ്റ്റ് ഇൻഡന്റ് ആണ്, ലെഫ്റ്റ് ഇൻഡന്റ്. ഓക്കെ, ഈ ലെഫ്റ്റ് ഇൻഡന്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് അല്ലെങ്കിൽ ഹാങ്ങിങ് ഇൻഡന്റ് എന്നും കൂടെ ഇതിന് പേരുണ്ട്. ഈ ഇൻഡന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത് അവിടെ ആയിരിക്കും പാരഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ, നമുക്ക് ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ലൈൻ നോക്കൂ, അവിടെ തന്നെ നിൽക്കുകയാണ്, സീറോയിൽ തന്നെ, അല്ലെ? അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലൈനിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് എന്ന് പറയുന്ന ഈ ഇൻഡന്റ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻഡന്റിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എവിടെയാണോ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് അവിടെ ആയിരിക്കും പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ, നോക്കൂ, നമ്മൾ ലെഫ്റ്റ് ഇൻഡന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ 2ല്, അത് നമുക്ക് 1ലേക്ക് ആക്കണമെങ്കിൽ 1ലേക്ക്, അല്ലെ? അതേപോലെ ഫസ്റ്റ് ലൈൻ നമ്മൾ പറയുന്നു ഇത്തിരി ഇങ്ങോട്ട് വരണം, ഇവിടേക്കാണ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ലെഫ്റ്റ് ഇൻഡന്റ് അല്ലെങ്കിൽ ഹാങ്ങിങ് ഇൻഡന്റ് ഇത് ഉപയോഗിക്കുന്നത് പാരഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡ് എവിടെ സെറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ എവിടെ തുടങ്ങണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻഡന്റ് കൂടെ ഉണ്ട്, ഇതിനെ നമ്മൾ പറയുക റൈറ്റ് ഇൻഡന്റ് എന്നാണ്. നമ്മുടെ പാരഗ്രാഫ് എവിടെ എൻഡ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻഡന്റ് എവിടെ ഇരിക്കുന്നത് വെച്ചാൽ അവിടെ ആയിരിക്കും പാരഗ്രാഫിന്റെ റൈറ്റ് സൈഡ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റൂളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 3 ഇൻഡന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഡന്റിന്റെ ഉപയോഗം ഇതാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി നമ്മൾ പറയുന്നത്, നമ്മൾ ഇവിടെ ഒരു സ്റ്റാറ്റസ് ബാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലെ? സ്റ്റാറ്റസ് ബാറിൽ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞത്, ഒന്ന് പറഞ്ഞിരുന്നത് പേജ് നമ്പറുകൾ പറയുന്നു, അല്ലെ? എത്ര പേജ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നോക്കി, ഇവിടെ പേജ് 1 of 1 എന്നാണ് കാണിക്കുന്നത്. ഒരു പേജേ ഉള്ളൂ നമ്മുടെ ഈ ഡോക്യുമെന്റിൽ. അപ്പോൾ 1 of 1 എന്ന് പറയുമ്പോൾ ആകെ ഒരു പേജേ ഉള്ളൂ, അതിൽ ഒന്നാമത്തെ പേജിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് അർത്ഥം. ഈ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരുപാട് പേജുകൾ ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ ഞാനിത് കോപ്പി എടുത്ത്, ഈ ടെക്സ്റ്റിൽ നിന്ന് കോപ്പി എടുത്തിട്ട് ഇത് പേസ്റ്റ് ചെയ്യാണ്, ഒരുപാട് പ്രാവശ്യം പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ നോക്കൂ, നമ്മൾ കുറേ പേജുകൾ ഇതിലേക്ക് വന്നു, നമ്മുടെ ഡോക്യുമെന്റിൽ കുറേ പേജുകൾ ഇപ്പൊ ഇതിലേക്ക് വന്നു. നോക്കൂ, ആ ടെക്സ്റ്റിന് ഞാൻ പേസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേജുകളിലേക്ക് അത് പേസ്റ്റ് ആയി. ഓക്കെ, അപ്പൊ നോക്കൂ, ഇപ്പൊ എന്താ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്നത്, പേജ് 1 of 3 എന്ന് വെച്ചാൽ ടോട്ടൽ 3 പേജസ് ഉണ്ട്, അതിൽ ഒന്നാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന് അർത്ഥം. നോക്കൂ, ഇത് ഒന്നാമത്തെ പേജാണ്, ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ പേജിൽ ഇരിക്കുന്നു എന്ന് അർത്ഥം. ഇനി നമ്മൾ രണ്ടാമത്തെ പേജിൽ പോയിരുന്നാലോ, അപ്പൊ എന്താവും കാണിക്കുന്നത്, 2 of 3 എന്നായിരിക്കും കാണിക്കുക, അല്ലെ? നോക്കൂ, 2 of 3 കേട്ടോ, പേജ് 2 of 3. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പേജിലാണ് ഇരിക്കുന്നത്, ടോട്ടൽ 3 പേജസ്. ഓക്കെ, അതേപോലെ തന്നെ 956 വേർഡുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ഈ ഡോക്യുമെന്റിൽ പറയുന്നത്. 956 വേർഡ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, US-ന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ സ്റ്റാറ്റസ് ബാറിൽ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു, നമുക്ക് സൂം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റിനെ വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ നമുക്ക് പിടിച്ചിട്ട് ഈ നോഡിനെ പിടിച്ചിട്ട് നമ്മളൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്കത് വലുതായിട്ട് കാണാം. 100% എന്ന് പറയുന്നതാണ് അതിന്റെ നോർമൽ. നമുക്കിനി കൂടുതൽ സൈസിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്താൽ വലുതായി വരും. പക്ഷെ ഇവിടെ മനസ്സിലാക്കുക, ഈ ടെക്സ്റ്റിന്റെ വലിപ്പം കൂടുതലല്ല, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വ്യൂ ആണ് കൂടുന്നുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് അല്ല കൂടുന്നത്, വ്യൂ ആണ് കൂടുന്നത്. നമുക്ക് കാഴ്ച കുറവുള്ള ആളുകൾക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വ്യൂ കൂട്ടി വെക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വിൻഡോ, അതായത് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വിൻഡോയിലുള്ള പാർട്സുകൾ. ഓക്കെ, നമുക്കിനി നമുക്ക് ഓരോ ടാബുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഇങ്ങനെ ഓരോ ടാബുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മൾക്ക് ഇവിടെ ഫയൽ എന്ന് പറയുന്ന ഒരു മെനു ഇവിടെ നമുക്കുണ്ട്. ഒരു ബാക്ക് സ്റ്റേജ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക് സ്റ്റേജ് വിൻഡോ കാണാൻ സാധിക്കും, ഒരു ബാക്ക് സ്റ്റേജ് മെനു നമുക്ക് കാണാൻ സാധിക്കും. ഈ ബാക്ക് സ്റ്റേജ് മെനു ഇപ്പൊ നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ഈ മെനുവിന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് സ്റ്റേജ് മെനു. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നമുക്ക് ഇത്തിരി കമാൻഡുകൾ ഇവിടെ പഠിക്കാനുണ്ട്. ഇൻഫോ, അതുപോലെ ന്യൂ, ഓപ്പൺ, സേവ് ആസ് എന്ന് പറയുന്ന കുറേ കമാൻഡുകൾ. ഇതൊക്കെ നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ പഠിക്കുന്ന അതുപോലെ തന്നെയാണ്, എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇൻഫോ എന്ന് പറയുന്ന കമാൻഡ് എന്താ നോക്കാം. ഇൻഫോ
ഇൻഫോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ആദ്യം ഒന്ന് നമുക്ക് ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളെ ഡോക്യുമെന്റിന് ഒരു പാസ്വേഡ് കൊടുത്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡോക്യുമെന്റ്, നമ്മൾ തയ്യാറാക്കിയുള്ള ഡോക്യുമെന്റ് തുറക്കാൻ സാധിക്കില്ല. പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമേ ഈ ഡോക്യുമെന്റ് തുറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ഓപ്ഷനാണിത്, പ്രൊട്ടക്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം. എന്താണ് നമുക്ക് പാസ്വേഡ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. 1 2 3 4 5 6 7 8 എന്നാണ് ഞാൻ പാസ്വേഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളോട് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് ഒന്നും കൂടെ റീ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു. 8 വരെയുള്ള നമ്പേഴ്സ് ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്തു. ദെൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, നമ്മളെ ഡോക്യുമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളെ ഡോക്യുമെന്റ് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബ്രൗസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എവിടെയാണോ നമ്മൾ ഫയൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫയലിന്റെ പേര് എന്താ വേണ്ടത് വെച്ചാൽ കൊടുക്കാം. ഓക്കെ, ദെൻ സേവ്. അപ്പോൾ നമ്മുടെ ഫയലിനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താ ASDF എന്നുള്ള പേരിലാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഈ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, അതിന്റെ എക്സ്റ്റൻഷനൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു. നേരത്തെ ഡോക്യുമെന്റ് 1 എന്നായിരുന്നു ഫയലിന്റെ പേര്. ഇപ്പൊ നമ്മൾ സേവ് ചെയ്തപ്പോൾ എന്തായി, സേവ് ചെയ്ത പേര് വന്നു .docx നമ്മളെ എക്സ്റ്റൻഷൻ ആണ് അല്ലെ, വേർഡ് ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ് docx. പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് കാണിച്ചുള്ളൂ അല്ലെ. അപ്പൊ ഇത്രയും നമുക്ക് നമ്മുടെ ടൈറ്റിൽ ബാറിൽ ചേഞ്ചസ് കാണാൻ സാധിച്ചു. ഇനി നമ്മൾ ഈ ഡോക്യുമെന്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മളുടെ ഡോക്യുമെന്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഡെസ്ക്ടോപ്പിലായിരുന്നു സേവ് ചെയ്തത്. ഇവിടെ ഉണ്ട് asdf.docx ഉണ്ട്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പക്ഷേ ആ ഫയൽ തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, പാസ്വേഡ് നിർബന്ധമാണ് അല്ലെ. പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ASDF എന്നുള്ള ഫയൽ തുറക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ ഒരു പാസ്വേഡ് കൊടുത്തു നോക്കാം. ഓക്കെ എന്ന് പറഞ്ഞു നോക്കൂ, നമ്മളോട് പറയും ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, പാസ്വേഡ് ഇൻകറക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ പോയിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിച്ചു. നമ്മൾ പറഞ്ഞു 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞു. ദെൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, നമ്മുടെ ASDF എന്ന് പറയുന്ന ഫയൽ നമുക്ക് തുറക്കാൻ സാധിച്ചു. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഫയലിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഫയൽ തുറക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനുള്ള ഓപ്ഷൻ എവിടെയാണ് നമ്മൾ കണ്ടത്, ഫയലില് ഇൻഫോയില് നമ്മുടെ പ്രൊട്ടക്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലാണ്. അതിൽ നമ്മൾ എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ന്യൂ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പുതിയ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ന്യൂ കമാൻഡ്. ഇവിടെ നമുക്ക് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് നമുക്ക് കിട്ടും, ഒന്നുമില്ലാത്ത ഒരു empty ഡോക്യുമെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളേതായുള്ള ഒരു ഡോക്യുമെന്റ് നമുക്ക് പുതിയതായിട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അതല്ല, നമുക്ക് ഇവിടെ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരുപാട് തരത്തിലുള്ള ടെംപ്ലേറ്റ് ഫയലുകൾ നമുക്ക് തരുന്നുണ്ട്. ഓൾറെഡി ഉണ്ടാക്കി വെച്ച കുറേ ഡിസൈൻസ്. അപ്പൊ അത് നമുക്ക് സജസ്റ്റഡ് സെർച്ചസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളുടെ ഫോർമാറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ഫോർമാറ്റുകൾ നമുക്ക് ഇവിടുന്ന് കാറ്റഗറിയിൽ എടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള ഫയലുകൾ കണ്ടോ, നമുക്ക് ഓരോ ഓപ്ഷൻസ് ചൂസ് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തരത്തിലുള്ള ഫയലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ പറയുന്നത്, ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണോ ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു ടെംപ്ലേറ്റ്സ് ആയിരിക്കും നമുക്ക് ന്യൂ ഫയലായിട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞു. ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ഫയൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫയൽ നമുക്ക് അവിടെ കിട്ടും. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൈക്രോസോഫ്റ്റ് വേർഡ് 2016 ഒട്ടുമിക്ക ഫംഗ്ഷൻസും ഓൺലൈനിൽ നിന്നാണ് വർക്ക് ചെയ്യുക. അതായത് ഓൺലൈനിൽ ഡൗൺലോഡിങ്ങും എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡ് 2016 വേർഷൻ.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ എപ്പോഴും ഇന്റർനെറ്റ് കണക്ട് ചെയ്തിടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ഒട്ടുമിക്ക ഫങ്ഷൻസും വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളൊരു ബിസിനസ് കാർഡ്, ബിസിനസിന്റെ ഒരു പ്രത്യേകമായിട്ടൊരു കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് നമുക്ക് ഇവിടെ കിട്ടി. കണ്ടോ, നോക്കൂ, കണ്ടില്ലേ? ഇതുപോലൊരു ഫയൽ നമുക്ക് ന്യൂ ഫയൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 5 പേജ് ഉണ്ട് ഇതിന്. കണ്ടോ, സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് കാണിക്കാന്നുണ്ട് 5 പേജ് ഉണ്ട് ഇതിന്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ, ഇപ്പോൾ ഹോം ബേസ്ഡ് ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് മാറ്റിയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഫോർമാറ്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂ ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ഒരു ബ്ലാങ്ക് ഫയലിലൂടെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിലോ നമ്മൾ ന്യൂ എടുക്കാം, എന്നിട്ട് ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ടെക്സ്റ്റുകൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? ന്യൂ എന്ന് പറയുന്ന കമാൻഡ്. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പൺ കമാൻഡാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകളെ തുറന്നെടുക്കാനുള്ള കമാൻഡാണ് എന്ത്, ഓപ്പൺ കമാൻഡ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ ബ്രൗസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ നമ്മുടെ ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ ഫയൽ സൂക്ഷിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ നമ്മളെ ഫയൽ ഇരിക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നമ്മളെ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ഫയലിന്റെ പേര് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ നമുക്ക് 1.docx എന്നുള്ള ഫയലാണ് നമുക്ക് തുറക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ എന്ന് പറയുന്നു. അപ്പൊ ഇത് നമ്മുടെ 1.docx എന്ന് പറയുന്ന ഫയൽ നമുക്ക് തുറന്നു കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പൺ കമാൻഡ് ഉപയോഗിക്കുന്നത് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഓപ്പൺ കമാൻഡ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സേവ് കമാൻഡ്. നമുക്കറിയാം, ഒരു ഫയലിന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. അതായത് നമുക്ക് പുതിയതായിട്ടൊരു ഫയൽ എടുക്കാം. ഓക്കെ, ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് നമ്മൾ എടുത്തു. ഇതിൽ നമുക്ക് നമ്മളുടേതായുള്ള ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനൊരു ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യണം. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡെസ്ക് ടോപ്പിലാണ് നമ്മുടെ ഈ ഫയൽ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ABCD എന്ന പേരിൽ നമുക്ക് ഇതിൽ സേവ് ചെയ്യണം എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡോക്യുമെന്റ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സേവ് എന്ന് പറയുന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ഫയൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പൊ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ സേവ് ചെയ്യുമ്പോഴും ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യമുണ്ട് എന്ന് അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒന്ന് ഇന്റർനെറ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിലെ പല ഫങ്ഷൻസും വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിടാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് ഇന്റർനെറ്റ് ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഈ വേർഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല. എന്നാലും ഒരുവിധ ഓപ്ഷൻസിനൊക്കെ നമുക്ക് ഇന്റർനെറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തപ്പോൾ നോക്കൂ, ആ ഒരു എറർ മെസ്സേജ് നമുക്ക് അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. നമുക്കിവിടെ ബ്രൗസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ നമുക്കിത് സേവ് ചെയ്യേണ്ടത് ആ സ്ഥലം നമുക്കിവിടെ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഫയലിന്റെ പേരെന്താ വേണ്ട വെച്ചാൽ കൊടുക്കാം. നമ്മൾ പറഞ്ഞു ABCD എന്നുള്ള പേരിലാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ABCD എന്ന് കൊടുത്തു. നമുക്ക് ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്നുള്ളടത്ത് വന്നിട്ടുണ്ട് വേർഡ് ഡോക്യുമെന്റ്. എന്താണ് എക്സ്റ്റൻഷൻ പറഞ്ഞിരിക്കുന്നത്, DOCX അല്ലെ. അപ്പൊ ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ ഫയല് ABCD എന്ന പേരിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഫയൽ സേവ് ചെയ്യാൻ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സേവ് ആസ് എന്ന് പറയുന്ന ഒരു കമാൻഡ്. സേവ് ആസ് കമാൻഡിനെ നമുക്ക് പല രീതിയിൽ പറയാം. ഒന്ന് നമുക്ക് പറയാം, ഇത് ABCD എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റോട് കൂടിയുള്ള ഒരു ഫയലിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് സേവ് ചെയ്യണം. ഓക്കെ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് സേവ് ആസ് കമാൻഡ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം സേവ് ചെയ്ത ഫയലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി മറ്റൊരു പേരിൽ സേവ് ചെയ്യാനാണ് നമ്മൾ സേവ് ആസ് കമാൻഡ് ഉപയോഗിക്കുന്നത്. നോക്കൂ, നമ്മളിവിടെ ABCD എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട് അല്ലെ. ഇതിന് നമുക്ക് ABCD2 എന്ന പേരിൽ സെയിം കണ്ടന്റ്സിനെ വെച്ചിട്ട് നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫയലില് സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ബ്രൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാം. ഓക്കെ,
ശേഷം നമ്മൾ എന്താ പറയുന്നത്, ഫയലിന്റെ പേരെന്താ, ABCD2 എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഓക്കെ, ABCD2 എന്ന് കൊടുത്തു, അതിനുശേഷം സേവ് എന്ന് പറയും. അപ്പൊ നോക്കൂ, ABCD2 എന്ന പേരിലാണ് ഇപ്പൊ ഈ ഫയൽ സേവ് ആയിരിക്കും. നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒന്ന് പോയി നോക്കാം. നോക്കൂ, നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നു. അപ്പൊ ഡെസ്ക്ടോപ്പിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ABCD എന്നൊരു ഫയൽ ഇതാ ഇവിടെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ABCD2 എന്നുള്ള പേരിൽ ഒരു ഫയൽ ഇരിക്കുന്നു. അപ്പൊ എന്താ, രണ്ട് ഫയലും സെയിം കണ്ടന്റ്സ് ആണ്. നമുക്ക് നോക്കാം, ABCD ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ABCD എന്ന ഫയൽ തുറന്ന് നോക്കുമ്പോൾ ഇതാ കണ്ടന്റ്സ് ഇതാണ് അല്ലെ. നമുക്ക് അതേപോലെ ഇത് ക്ലോസ് ചെയ്തിട്ട് ABCD2 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ABCD2 വന്നിട്ടുള്ള കണ്ടന്റ്സും സെയിം കണ്ടന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, സേവ് ആസ് കമാൻഡ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു പ്രാവശ്യം സേവ് ചെയ്ത ഫയലിന്റെ സെയിം കണ്ടന്റ്സ് വെച്ചിട്ട് മറ്റൊരു പേരിൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് സേവ് ആസ് കമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കമാൻഡ് ഫയൽ മെനുവിൽ നമ്മൾ പ്രിന്റ് കമാൻഡാണ്. നമ്മൾ ചെയ്ത ഡോക്യുമെന്റിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് പ്രിന്റ് കമാൻഡ്. നമ്മൾ പ്രിന്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫയലിനെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രിന്റ് കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണിക്കുക കോപ്പീസ് എന്നൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. നമുക്ക് എത്ര കോപ്പിയാണ് നമ്മുടെ ഫയലിന്റെ, എത്ര കോപ്പിയാണ് പ്രിന്റ് വേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കോപ്പിയാണ് ഇവിടെ ഡിഫാൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവുക. നമുക്ക് 2 കോപ്പി വേണമെങ്കിൽ നമുക്ക് മേലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര കോപ്പി വേണം പറയാം. താഴോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് കുറഞ്ഞു കുറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പ്രിന്റർ, നമ്മളെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്റർ ഏതാണോ ആ പ്രിന്റർ ചൂസ് ചെയ്യാം. ഇവിടെ പല നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് പ്രിന്ററുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് കാനോൺ എന്ന് പറയുന്ന പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാനോൺ എന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കാനോൺ എന്ന പ്രിന്റർ അവിടെ വന്നു. നമ്മൾ ഇനി ആ പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെ സെറ്റിംഗ്സിൽ നമുക്ക് പ്രിന്റ് ഓൾ പേജസ് എന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പേജാണ് പ്രിന്റ് ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റും. പ്രിന്റ് ഓൾ പേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിലെ മുഴുവൻ പേജുകളും പ്രിന്റ് ചെയ്യും. ഓക്കെ, ഈ പ്രിന്റ് കറന്റ് പേജ് എന്നാണ് പറയുന്നതെങ്കിലോ നമ്മളെ ഇപ്പോൾ ഏത് പേജിലാണോ ഇരിക്കുന്നത് ആ പേജ് മാത്രം പ്രിന്റ് ചെയ്യും. നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് 2 പേജ് കാണിക്കുന്നത് അല്ലെ. നമ്മൾ ഈ ഡോക്യുമെന്റിൽ 2 പേജാണ് ഉള്ളത്. അപ്പൊ ഈ 2 പേജാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അത് വരാൻ കാരണം പ്രിന്റ് ഓൾ പേജസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് കറന്റ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴ്സർ ഇരിക്കുന്ന ആ പേജ് മാത്രമായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ പ്രിന്റ് കറന്റ് പേജ് എന്നുള്ള ഓപ്ഷൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് പറയാം കസ്റ്റം പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെന്റിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു 10 പേജ് നമ്മുടെ ഡോക്യുമെന്റിൽ ഉണ്ടെന്ന് കരുതാം. അപ്പൊ ആ 10 പേജിൽ നമുക്ക് വേണ്ടത് 1 മുതൽ 5 വരെയുള്ള പേജ് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. 1 മുതൽ 5 വരെയുള്ള പേജുകൾ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. 10 വരെയുള്ളത് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1 എന്ന് കൊടുത്ത് ഒരു ഐഫൺ കൊടുക്കുക, 5 എന്ന് കൊടുക്കുക. 1 മുതൽ 5 വരെയുള്ള പേജുകൾ മാത്രമായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് മാത്രം പോരാ, 10ാമത്തെ പേജും കൂടെ വേണം. 1 മുതൽ 5 വരെയുള്ള പേജ് വേണം, പ്ലസ് 10ാമത്തെ പേജ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കോമ ഇട്ടുകൊണ്ട് 10 എന്നും കൂടെ ടൈപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം, 1 മുതൽ 5 വരെയുള്ള പേജ് പ്രിന്റ് ചെയ്യും, അതിനുശേഷം 10ാമത്തെ പേജ് കൂടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായല്ലോ? അതിനാണ് നമ്മൾ കസ്റ്റം പ്രിന്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് 1 സൈഡഡ്, ഇത് നമ്മൾ പ്രിന്ററിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഓപ്ഷനൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് പ്രിന്റ് 1 സൈഡഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു സൈഡിൽ മാത്രം, പേജിന്റെ ഒരു സൈഡിൽ മാത്രം പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്കിവിടെ കൊളാറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൊളാറ്റഡിൽ നമ്മൾ ഇങ്ങനെ നോക്കും 1 2 3 1 2 3 ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ 1 1 1 2 2 2 3 3 3. ഈ ഓപ്ഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് വരിക എന്ന് വെച്ചാൽ നമ്മളിവിടെ കോപ്പീസ് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പൊ നമ്മൾ ഒന്നിലധികം കോപ്പി ചെയ്യണമെങ്കിൽ ഇപ്പൊ നമുക്ക് 3 കോപ്പി വേണം. ഓക്കെ, 3 കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റ് ഇപ്പോ ഈ ഡോക്യുമെന്റിൽ നമുക്ക് 2 പേജാണുള്ളത് അല്ലെ. അപ്പൊ നമ്മളിവിടെ കൊളാറ്റഡിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഈ കൊളാറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഇത് പ്രിന്റ് ചെയ്യുക വെച്ചാല് ഇപ്പൊ നമ്മൾ 3 കോപ്പിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ പേജിന്റെ ഒരു കോപ്പി പ്രിന്റ് ചെയ്യും, 2ാമത്തെ പേജിന്റെ ഒരു കോപ്പി പ്രിന്റ് ചെയ്യും, വീണ്ടും 1ാമത്തെ പേജിന്റെ ഒരു കോപ്പി, 2ാമത്തെ പേജിന്റെ കോപ്പി, വീണ്ടും 1ാമത്തെ പേജിന്റെ കോപ്പി, 2ാമത്തെ പേജിന്റെ കോപ്പി, അങ്ങനെ പ്രിന്റ് ചെയ്യാനാണ് കൊളാറ്റഡ് എന്ന് പറയുന്നത്. ഇനി അൺകൊളാറ്റഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ ആദ്യം 3 പ്രിന്റ് ആണ് പറഞ്ഞതെങ്കിൽ ആദ്യത്തെ പേജിന്റെ 3 പ്രിന്റ് അങ്ങോട്ട് തരും, അതിനുശേഷം 2ാമത്തെ പേജിന്റെ 3 പ്രിന്റ് തരും. അതിനാണ് നമ്മൾ അൺകൊളാറ്റഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ പേജ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ആവശ്യമുള്ളൂ. ഇനി പേജിന്റെ ഓറിയന്റേഷൻ, നമ്മൾ പേജിനെ ഇങ്ങനെ വെച്ചിട്ട് പ്രിന്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് പോർട്രേറ്റ് ഓറിയന്റേഷൻ എന്ന് പറയും. വിലങ്ങനെ വെക്കുന്നതിന് നമ്മൾ പറയും ലാൻഡ്സ്കേപ്പ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യാം, പോർട്രേറ്റ് ആണ് നമ്മൾ നോർമൽ. ഇനി നമ്മൾ ലാൻഡ്സ്കേപ്പ് ആണ് പറയുന്നതെങ്കിലോ നമുക്ക് ഈ രൂപത്തിൽ വിലങ്ങനെയായിരിക്കും പേജ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പേപ്പറിന്റെ സൈസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. പേപ്പറിന്റെ സൈസിനനുസരിച്ച് അതിന് ഓരോ പേരുകളുണ്ട്. ഇപ്പൊ ലെറ്റർ എന്ന് പറയുന്ന പേപ്പർ ആണെങ്കിൽ അതിന്റെ വീതി എന്ന് പറയുന്നത് 21.59 സെന്റിമീറ്ററും 27.94 സെന്റിമീറ്റർ ഹൈറ്റും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് A4 എന്ന് പറയുന്ന പേപ്പറിലാണ് നമ്മൾ കൂടുതൽ വർക്കുകളും ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ ഏതാണോ ആ പേപ്പറിലായിരിക്കും നമ്മൾ ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ടാവുക. ആ ഡോക്യുമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന പേജിലായിരിക്കണം നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട പേപ്പറിന്റെ സൈസ് ഇവിടെ സെലക്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് പേപ്പറിന്റെ മാർജിൻസ്, ഇതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർജിനോ കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെയും പ്രിന്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം, പേപ്പറിന്റെ മാർജിൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നോർമൽ മാർജിൻ, നാരോ മാർജിൻ, മോഡറേറ്റ് മാർജിൻ, ഇങ്ങനെ ഓരോ മാർജിൻസ് ഉണ്ട്. നമുക്ക് ഇതിൽ ഏത് മാർജിനാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ 1 പേജ് പെർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ 1 പേജ് പെർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ ഒരു ഷീറ്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. നമ്മൾ 2 പേജ് പെർ ഷീറ്റ് എന്ന് പറയുകയാണെങ്കിലോ ഒരു പേജിൽ തന്നെ 2 ഷീറ്റ് പ്രിന്റ് ചെയ്യും. മീൻസ് നമ്മൾ ഡോക്യുമെന്റ് തയ്യാറാക്കിയ 2 പേജിൽ തയ്യാറാക്കിയ ഡോക്യുമെന്റ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ ഷീറ്റിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേജിൽ തന്നെ എത്ര ഷീറ്റ് പ്രിന്റ് ചെയ്യണം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഡോക്യുമെന്റ് നമ്മുടെ കാനോൺ LPB 2900 എന്ന് പറയുന്ന പ്രിന്ററിലൂടെ പ്രിന്റ് ചെയ്ത് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാനുള്ള സെറ്റിങ്സ്. വളരെ ഈസി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഡോക്യുമെന്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇനി അതല്ല നമ്മുടെ ഡോക്യുമെന്റിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ബാക്ക് ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ബാക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വർക്ക് ഏരിയയിലേക്ക് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. BCC സ്കിൽ സ്റ്റോറിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു മൊഡ്യൂളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.